ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് 29 ആണ്. നമ്മുടെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, പമ്പ് ഓപ്പറേറ്റർ, അതുപോലെ ഡിപ്ലോമ ലെവൽ എക്സാംസ്, IT ഇലക്ട്രീഷ്യൻ ലെവൽ എക്സാംസിനെല്ലാം യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ എല്ലാം തിയറി ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഓൺലൈൻ കോച്ചിങ്ങിന് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ഡെയിലി 1 or 2 hours നമ്മൾ അൺഅക്കാഡമി ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അതിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമുക്ക് ജൂൺ 1 മുതൽ നമ്മൾ അടുത്ത ക്ലാസ് നമ്മുടെ അൺഅക്കാഡമി തുടങ്ങുകയാണ്. നമ്മൾ ടോപ്പിക് വൈസ് നമ്മൾ ബേസിക് ഇലക്ട്രിസിറ്റിയുടെ ആ ഒരു ടോപ്പിക്ക് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മാഗ്നറ്റിസം ഇത്രയും പോർഷൻസിൻ്റെ എക്സാംസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് വരുന്ന പോർഷനാണ് സെൽസ്, ബാറ്ററീസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, സ്റ്റോറേജ് സെൽസ്, ഇലക്ട്രോളിസിസ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത എക്സാമാണ് നമ്മൾ ജൂൺ 1 നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ജൂൺ 1 രാവിലെ 11 മണിക്ക് നമുക്ക് സെൽസിൻ്റെ ബാറ്ററിയുടെയൊക്കെ ഒരു എക്സാം ഉണ്ടായിരിക്കും. അപ്പം എല്ലാവരും ആ ഒരു ടൈമിങ്ങിൽ ലൈവ് വരാൻ നോക്കുക. ഓക്കെ. അതോടൊപ്പം തന്നെ അന്നത്തെ ദിവസം തന്നെ 2 ക്ലാസ് 8 മണിക്കും ഉണ്ട്, അതുപോലെ 3 മണിക്കും 2 ക്ലാസ് ഉണ്ട്. അന്നത്തെ ദിവസം 3 ക്ലാസ് വരുന്നുണ്ട്. 3 ക്ലാസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അതിനും എല്ലാവരും ലൈവ് വരിക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഒരു 25 ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആക്റ്റീവ് ഡിവൈസ്? താഴെ തന്നിരിക്കുന്നതിൽ ആക്റ്റീവ് ഡിവൈസിൻ്റെ എക്സാമ്പിൾ ഏതാണ്? ട്രാൻസ്ഫോമർ, സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ, ഇലക്ട്രിക് ബൾബ്, നൺ ഓഫ് ദി എബോ. ഏതാണ്? ഇറ്റ് ഈസ് സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. അടുത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റെസിസ്റ്റർ വിത്ത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഈസ് കോൾഡ്? തെർമിസ്റ്റർ, പൊട്ടൻഷ്യോമീറ്റർ, ഈതർ ഓഫ് ദി എബോ, നൺ ഓഫ് ദി എബോ. ഏതാണ്? ഇറ്റ് ഈസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ്. റെസിസ്റ്റർ വിത്ത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഈസ് കോൾഡ് തെർമിസ്റ്റർ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ കോൾഡ് കാഥോഡ് ലാമ്പ്. താഴെ തന്നിരിക്കുന്നതിൽ കോൾഡ് കാഥോഡ് ലാമ്പ് ഏതാണ്? നിയോൺ ലാമ്പ്, GSL ലാമ്പ്, സോഡിയം ലാമ്പ്, ട്യൂബ് ലാമ്പ്. ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, നിയോൺ ലാമ്പ്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഡെവലപ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസിങ് എ മാഗ്നറ്റിക് ഫീൽഡ്? ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസിങ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഗോസ് ആണോ, ഫാരഡേ ആണോ, ഹേർട്സ് ആണോ, മാക്സ്വെൽ ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ഫാരഡേ. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ബൈ എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ലൈൻ ചാർജസ്? വാട്ട് വിൽ ബി ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ബൈ എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ലൈൻ ചാർജസ്? സ്പിയേഴ്സ് ആണോ, കോൺസെൻട്രിക് സിലിണ്ടേഴ്സ് ആണോ, നോൺ കോൺസെൻട്രിക് സിലിണ്ടേഴ്സ് ആണോ, നൺ ഓഫ് ദി എബോ? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, നോൺ കോൺസെൻട്രിക് സിലിണ്ടേഴ്സ് ആണ്. നോൺ കോൺസെൻട്രിക് സിലിണ്ടേഴ്സ്. ഓക്കെ. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയേഴ്സ് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്? താഴെ തന്നിരിക്കുന്നതിൽ നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള പെയർ ഏതാണ്? NaCl ഡയമagnetic, GD പാരാമാഗ്നറ്റിക്, ഫെറൈറ്റ് ഫെറിമാഗ്നറ്റിക്, Cr2O3 ക്രോമിയം ഓക്സൈഡ് ഫെറോമാഗ്നറ്റിക്. ഏതാണ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ളത്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് വരുന്നത്, നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർമനൻറ്റ് മാഗ്നറ്റ്? സ്റ്റീൽ, കാർബൺ സ്റ്റീൽ, ഗ്രാഫൈറ്റ്. ഏതാണ്? ഇറ്റ് ഈസ് കാർബൺ സ്റ്റീൽ. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ, എഫക്റ്റീവ് ക്യൂ ഓഫ് ദി ഇക്വലന്റ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഓഫ് ക്വാർട്സ് ക്രിസ്റ്റൽ ഈസ് ഓഫ് ദി ഓർഡർ ഓഫ്? 200 ആണോ, 2000 ആണോ, 20,000 ആണോ, 2 lakh ആണോ? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, 20,000. അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ നോൺ റിവേഴ്സിംഗ് DC ഡ്രൈവ്സ് ഇറ്റ് ഈസ് പ്രിഫേർഡ് ടു യൂസ്? ഫോർ നോൺ റിവേഴ്സിംഗ് DC ഡ്രൈവ്സ് ഇറ്റ് ഈസ് പ്രിഫേർഡ് ടു യൂസ് പ്ലഗിംഗ്, റീജനറേറ്റീവ് ബ്രേക്കിംഗ്, ഡൈനാമിക് ബ്രേക്കിംഗ് വിത്ത് സെപ്പറേറ്റ് എക്സൈറ്റേഷൻ, ഡൈനാമിക് ബ്രേക്കിംഗ് വിത്ത് സെൽഫ് എക്സൈറ്റേഷൻ. ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ഡൈനാമിക് ബ്രേക്കിംഗ് വിത്ത് സെപ്പറേറ്റ് എക്സൈറ്റേഷൻ. അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ, ഫോർ ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ ദ വൈൻഡിങ് ഷുഡ് ഹാവ് maximum resistance on primary side and least resistance on secondary side, least resistance on primary side and maximum resistance on secondary side, equal resistance on primary and secondary side, no ohmic resistance on either side. For ideal transformer case windings should have endana, it has no ohmic resistance on either side. Option D ആണ് വരുന്നത്. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ ഈസ് ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമർ, മെക്കാനിക്കൽ ട്രാൻസ്ഫോമർ, നോൺ ലീനിയർ, നൺ ഓഫ് ദി എബോ. ഏതാണ്? ഒരു ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു മെക്കാനിക്കൽ ട്രാൻസ്ഫോമർ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് മെക്കാനിക്കൽ അല്ല, ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമർ ആണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ലിസ്റ്റ് 1, ലിസ്റ്റ് 2 2 കോളംസ് ആയി തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ശരിയായി വരുന്നതെന്ന്? ക്യുമുലേറ്റ്ലി കോമ്പൗണ്ട് മോട്ടർ, ഡിഫറൻഷ്യലി കോമ്പൗണ്ട് മോട്ടർ, സീരീസ് മോട്ടർ, ഷണ്ട് മോട്ടർ, DC മോട്ടേഴ്സിൽ ലിസ്റ്റ് 1 അതുപോലെ അതിൻ്റെ കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് കോഡാണ്? എ കോഡാണോ? ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ് ശരിയായി വരുന്നതെന്ന്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് ശരിയായി വരുന്നത്. അതായത് മൂന്നാമത്തെ എ എന്ന് പറഞ്ഞ ഓപ്ഷൻ എ നമ്മൾ നോക്കുകയാണെങ്കിൽ ബി കോഡാണ് ശരിയായിട്ട് വരുന്നത്.
സീരീസ് നമ്മളെ എയിൽ വരുന്ന ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോഡൽ എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഈസ് ഡെഫിനിറ്റ് നോ ലോഡ് സ്പീഡാണ്. എ എന്ന് പറയുന്നത് 3 വരും. അടുത്ത രണ്ടാമത്തെ ബി, ഇറ്റ് മേ സ്റ്റാർട്ട് ഇൻ റിവേഴ്സ് ഡയറക്ഷൻ. അതേതാണ്? അതാണ് നമ്മുടെ ഓപ്ഷൻ ബി വരുന്ന ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ജനറേറ്റർ. അടുത്ത നാലാമത്തതാണ് ഏത്? നെവർ സ്റ്റാർട്ടഡ് വിത്തൗട്ട് ലോഡ്. നാലാമത്താണ് ഓപ്ഷൻ സി വരുന്നത് സീരീസ് മോട്ടർ. അടുത്ത ഒന്നാമത്തെ ഫെയർലി കോൺസ്റ്റൻറ്റ് സ്പീഡ് റെസ്പെക്റ്റീവ് ഓഫ് ദി ലോഡ്. അതാണ് നമ്മുടെ ഡി വരുന്നത്, ഓപ്ഷൻ ഡി വരുന്നത്. അപ്പോൾ അത് നോക്കി മാച്ച് ചെയ്യാം. ഓപ്ഷൻ ബി ആണ് വരുന്നത് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പാർട്സ് ഓഫ് ടർബൈൻ ജനറേറ്റർ യൂസ്ഡ് ഇൻ തെർമൽ പവർ പ്ലാന്റ്സും ഉണ്ട്. ഒരു മെറ്റീരിയൽ ഫ്രം വിച്ച് ദീസ് പാർട്സ് ആർ മെയ്ഡ്. അപ്പോൾ സ്റ്റേറ്റർ കോർ, റോട്ടർ കോർ, സ്റ്റേറ്റർ വൈൻഡിങ്, സ്ലിപ്പ് റിങ്സ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയായി വരുന്നത്? ദിസ് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇതുപോലെ നിങ്ങൾ നോക്കാം. 3 ആണെങ്കിൽ ഏതായിരിക്കും? സിലിക്കൺ സ്റ്റീലാണെങ്കിൽ സ്റ്റേറ്റർ കോർ. അങ്ങനെ ഓരോ നോക്കുക. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ. അതുപോലെ അടുത്തും 2 മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. നമ്മുടെ തെർമോ ന്യൂക്ലിയർ പവർ സ്റ്റേഷനിലോ ന്യൂക്ലിയർ റിയാക്ടറിലൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസും ഇപ്പം ഡീറ്റെയിൽ തന്നിട്ടുണ്ട്. ഹെവി വാട്ടർ തന്നിട്ടുണ്ട്, യുറേനിയം തന്നിട്ടുണ്ട്, തോറിയം തന്നിട്ടുണ്ട്. ഓക്കെ. ഇതിൽ നമ്മൾ ഏതായിട്ട് കറക്റ്റ് മാച്ചായി വരുന്ന ഏതാണ് ഇഷ്ടമുള്ളത്? ഇറ്റ് ഓപ്ഷൻ സി ആണ് വരുന്നത്. അതായത് മൂന്നാമത്തെ യൂസ്ഡ് ആസ് ഫ്യൂൽ ഇൻ ഫ്യൂഷൻ റിയാക്ടർ. അത് ഏതാണ്? ഇറ്റ് ഇസ് ഡ്യൂട്ടീരിയം. അടുത്ത നാലാമത്തെന്ന് പറയുന്നത് യൂസ്ഡ് ആസ് മോഡറേറ്റർ ഇൻ ന്യൂക്ലിയർ റിയാക്ടർ. അത് ഏതാണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ ബി, ഹെവി വാട്ടറാണ്. അടുത്ത ഒന്നാമത്തെ ഫോസിൽ ഫ്യൂൽ ആണ്. ഫോസിൽ ഫ്യൂൽ ഓഫ് ന്യൂക്ലിയർ റിയാക്ടർ ഇത് യുറേനിയം 235. അടുത്ത ഫെർട്ടൈൽ ഫ്യൂൽ ഓഫ് ന്യൂക്ലിയർ റിയാക്ടർ ഇറ്റ് ഇസ് ഡി, തോറിയം 232. അപ്പോൾ അത് നോക്കി മാർക്ക് ചെയ്യുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനും ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സും യൂസ് തന്നിട്ടുണ്ട്. പിന്ന്, ഷാക്കിൾ, ഡിസ്ക്, എഗ് ടൈപ്പും കറസ്പോണ്ടിങ് യൂസും തന്നിട്ടുണ്ട്. അത് ഏതാ കറക്റ്റെന്ന് വെച്ചിട്ടുള്ളത്? ഏതാണ്? അത് ഓപ്ഷൻ ഡി ആണ് ആൻസർ, കറക്റ്റ് ആൻസർ വരുന്നത്. അതായത് ലൈൻസ് ഓഫ് വോൾട്ടേജ് അപ് ടു 33 വോൾട്ട് ആണെങ്കിൽ നമ്മുടെ പിൻ തന്നെയാണ്, പിൻ ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആണ്. ലോ വോൾട്ടേജ് ലൈൻസ് ആണെങ്കിൽ ഷാക്കിൾ ടൈപ്പ്. ലൈൻസ് ഓഫ് വോൾട്ടേജ് എക്സീഡിങ് 33 kV അതാണെങ്കിൽ ഡിസ്ക് ടൈപ്പാണ്. അടുത്ത ഗേ കേബിൾസിൽ എഗ് ടൈപ്പ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ്, മാച്ച് ദ ഫോളോയിങ് പോലെയാണ്. തൈറൈറ്റ് അറസ്റ്റർ, സാഗ് ടെംപ്ലേറ്റ്, കേബിൾ ഷീത്ത്, സർക്യൂട്ട് ബ്രേക്കർ. ഇതിൽ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത് കറക്റ്റ് ആൻസർ. നാലാമത്തത് അതായത് നോൺ ലീനിയർ റെസിസ്റ്റർ എന്ന് പറയുന്നത് തൈറസ്റ്റ് അറസ്റ്റർ. ഒന്നാമത്തെ ടവർ ലൊക്കേഷൻ എന്ന് പറയുന്നത് സാഗ് ടെംപ്ലേറ്റ്. അത് നോക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ, എ ഡി സി ഷണ്ട് മോട്ടർ ഹാസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഓഫ് RA ആൻഡ് RF ഇൻ ദ ആർമേച്ചർ ആൻഡ് ഫീൽഡ് സർക്യൂട്ട് റെസ്പെക്റ്റീവ്ലി. ആർമേച്ചർ കറണ്ട് അറ്റ് സ്റ്റാർട്ടിംഗ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ കീപ്പിംഗ്. ഒരു ഡി സി ഷണ്ട് മോട്ടറുണ്ട്. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഓഫ് RAയും RFും ആർമേച്ചർ ഫീൽഡ് സർക്യൂട്ടാണ്. ആർമേച്ചർ കറണ്ട് അറ്റ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? ബൈ കീപ്പിംഗ് എന്താണ്? ബൈ കീപ്പിംഗ് ആർമേച്ചർ റെസിസ്റ്റൻസ് മാക്സിമവും ഫീൽഡ് റെസിസ്റ്റൻസ് മിനിമം ആക്കി വെച്ച് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ദ മോട്ടർ എനർജി ഈസ് dissipated in armature heating, dissipated in windage loss, return to the supply means none of the above. It is option C ആണ്, return to the supply means. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യനും 2 മാച്ച് ദ ഫോളോയിങ് പോലെയാണ്. ബൈപോളർ ട്രാൻസിസ്റ്റർ തന്നിട്ടുണ്ട്. പവർ മോസ്ഫെറ്റ്, സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ, ഇൻസുലേറ്റഡ് ഗേറ്റ്, ബൈപോളർ ട്രാൻസിസ്റ്റർ. അതിൻ്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഇത് ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ. കോഡ് എ ആണെങ്കിൽ ഏതാണ്? ഇറ്റ് ഇസ് 3, 1 kHz ആണ്. ബി പവർ മോസ്ഫെറ്റിൽ 2 ആണ്, 100 kHz. 4 സി ആണെങ്കിൽ ഏതാണ്? സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ 10 kHz. ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളർ 1 MHz. ഓക്കെ. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ, പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് ആർ യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ, വെലോസിറ്റി, സൗണ്ട്, നൺ ഓഫ് ദി എബോവ്. ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ടെമ്പറേച്ചർ. അടുത്ത 21, ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്പറേറ്റിംഗ് സ്പീഡ് ഇൻ RPM ഓഫ് ജനറേറ്റർ യൂസ്ഡ് ഇൻ തെർമൽ, ന്യൂക്ലിയർ, ഹൈഡ്രോ പവർ പ്ലാന്റ് റെസ്പെക്റ്റീവ്ലി ഡാഷ്. ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്. തെർമൽ ആണെങ്കിൽ 3000 RPM, ന്യൂക്ലിയർ ആണെങ്കിൽ 3000, ഹൈഡ്രോ പവർ ആണെങ്കിൽ 300 RPM. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ ട്രാൻസ്ഫോമേഴ്സ് ഓപ്പറേറ്റഡ് ഇൻ പാരലൽ ആർ നോട്ട് കണക്റ്റഡ് വിത്ത് റിഗാർഡ് ടു പൊളാരിറ്റി. The transformers operated in parallel are not connected with regard to polarity. The transformer will not share the load in proportion to their KVA ratings. Dead short circuit will take place. The transformer of lower rating will be out of operation. None of the above. It is option B ആണ് വരുന്നത്. ഇതുപോലെ ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇവിടെ പ്രീവിയസ് ഇയറിൽ. ഡെഡ് ഷോർട്ട് സർക്യൂട്ട് വിൽ ടേക്ക് പ്ലേസ്.
അടുത്ത 23. The regulation obtained by synchronous impedance method is always higher than actual value because the regulation obtained by synchronous impedance method വഴി കിട്ടുന്ന റെഗുലേഷൻ എന്ന് പറയുന്നത് is always higher than actual value because എന്താണ്, ബിക്കോസ് ഓപ്ഷൻ സി ആണ് വരുന്നത്. synchronous reactance is assumed constant while it is not. synchronous reactance is assumed constant while it is not. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ ഈ synchronous motor operates at 0.8 power factor lagging. The field current of the motor is continuously increased. synchronous motor 0.8 power factor lagging ഓപ്പറേറ്റ് ചെയ്യുകയാണ്. ഇഫ് ദ ഫീൽഡ് കറണ്ട് മോട്ടർ കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ആവണമെങ്കിൽ എന്തൊക്കെ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യും? ബോത്ത് സി ആൻഡ് ഡി, അതായത് പവർ ഫാക്ടർ ഇൻക്രീസസ് അപ് ടു സർട്ടൻ വാല്യൂ ഓഫ് ഫീൽഡ്, അതുപോലെ തന്നെ ആർമേച്ചർ കറണ്ട് ഡിക്രീസസ് അപ് ടു സർട്ടൻ വാല്യൂ ഓഫ് ഫീൽഡ് കറണ്ട് ആൻഡ് ദെയർ ആഫ്റ്റർ ഇറ്റ് ഇൻക്രീസസ്. ഇതൊരു ഗേറ്റ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ബോത്ത് സി ആൻഡ് ഡി ആണ് ആൻസർ വരുന്നത്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എ സിലിണ്ട്രിക്കൽ റോട്ടർ സിംഗണസ് മോട്ടർ ഈ സ്വിച്ച്ഡ് ഓൺ ടു ദ ഡി സി സപ്ലൈ വിത്ത് ഇറ്റ്സ് ഫീൽഡ് വൈൻഡിങ് ഷോർട്ടഡ് ഓൺ ദം സെൽസ്. ഇറ്റ് വിൽ, ഒരു സിലിണ്ട്രിക്കൽ റോട്ടർ സിംഗണസ് മോട്ടർ ഉണ്ട്, ഈ സ്വിച്ച്ഡ് ഓൺ ടു ദ ഡി സി സപ്ലൈ വിത്ത് ഇറ്റ്സ് ഫീൽഡ് വൈൻഡിങ് ആണ്, ഷോർട്ടഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ വാട്ട് ഹാപ്പൻസ്, ഇറ്റ് വിൽ സ്റ്റാർട്ട് ബട്ട് നോട്ട് റൺ അറ്റ് സിംഗണസ് സ്പീഡ്. സ്റ്റാർട്ട് ആവും പക്ഷേ സിംഗണസ് സ്പീഡിൽ അത് റൺ ചെയ്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള 25 ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ അൺഅക്കാഡമിയിലെ ലൈവ് ക്ലാസ്സിലും എല്ലാവരും വരാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.